കേരളത്തിൽ ജോലി അന്വേഷിക്കുന്നുണ്ടോ? ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. പക്ഷേ ഈ ജോലിക്ക് വളരെ പ്രധാനപ്പെട്ട നിബന്ധനയുണ്ട്. അതെന്തൊക്കെയാണ്? ശമ്പളം എത്രയാണ്? ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒഴിവുകൾ? ഫ്രഷേഴ്സിനും ശരിക്കും അപേക്ഷിക്കാൻ കഴിയുമോ? അപേക്ഷ എങ്ങനെയാണ് അയക്കേണ്ടത്? ഏറ്റവും പ്രധാനമായി നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം ഈ വീഡിയോയിൽ കൃത്യമായി പറയാം. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. നമസ്കാരം, വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡിന് കീഴിലുള്ള നഫിൻസിൽ പുതിയ ജോലി അവസരമാണ്. കസ്റ്റമർ സർവീസ് ഓഫീസർ ഫീൽഡ് വർക്ക് എന്ന തസ്തികയ്ക്കാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിയമനം നടത്തുന്നത്. 12ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം എന്നതാണ് ഈ ഒഴിവിൻ്റെ പ്രധാന പ്രത്യേകത. മാത്രമല്ല, ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പ്രധാനമായും ഫീൽഡ് വർക്ക് ഉൾപ്പെടുന്ന ജോലിയാണ്. അതായത് ഓഫീസിൽ മാത്രം ഇരുന്ന് ജോലി പ്രതീക്ഷിക്കുന്നവർ അപേക്ഷിക്കുന്നതിന് മുമ്പ് ജോലിയുടെ സ്വഭാവം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വിശദമായി പറയാം. സ്ഥാപനത്തെക്കുറിച്ച് ആദ്യം നമുക്ക് നഫിൻസ് എന്താണെന്ന് നോക്കാം. നഫിൻസ് നബാർഡിൻ്റെ പിന്തുണയുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ്. ഗ്രാമീണ മേഖലകളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങളിലാണ് സ്ഥാപനം പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന അവസരം കസ്റ്റമർ സർവീസ് ഓഫീസർ ഫീൽഡ് വർക്ക് തസ്തികയാണ്. കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിലേക്കാണ് നിയമനം. എത്ര ഒഴിവുകളാണുള്ളത് എന്ന് വിജ്ഞാപനത്തിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ ഇത്ര ഒഴിവുകൾ എന്ന് കൃത്യമായി ഒരെണ്ണം പറയാൻ കഴിയില്ല. പക്ഷേ കേരളത്തിലെ 10 സ്ഥലങ്ങളിലാണ് ഈ വിജ്ഞാപനത്തിൽ നിയമന സ്ഥലങ്ങൾ നൽകിയിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം. ഈ അവസരത്തിൽ കേരളത്തിലെ 10 സ്ഥലങ്ങളാണ് നിയമനം. അഞ്ചാലുംമൂട്, ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി, കോന്നി, കൊട്ടാരക്കര, നെടുമങ്ങാട്, ശ്രീമൂലനഗരം, തൊടുപുഴ, വടക്കാഞ്ചേരി, നടത്തറ. ഇവയിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലമുണ്ടെങ്കിൽ ഈ അവസരം കൂടുതൽ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ യോഗ്യത പരിശോധിക്കണം. അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് പ്രധാനമായും വേണ്ടത് +2 പാസ്സായിരിക്കണം. അതായത് +2 പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഇവിടെ മറ്റൊരു നല്ല കാര്യം കൂടിയുണ്ട്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. അതായത് സമാനമായ ജോലി പരിചയം ഇല്ലാത്തവർക്കും അവസരമുണ്ട്. എന്നാൽ സമാന തസ്തികയിൽ 1 മുതൽ 3 വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കാം. പ്രത്യേകിച്ച് ഫീൽഡ് ഓപ്പറേഷൻസിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടാകും. അതിനാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ നിരാശപ്പെടേണ്ടതില്ല. യോഗ്യതയും മറ്റ് നിബന്ധനകളും പാലിക്കുന്നുണ്ടെങ്കിൽ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ കഴിയും. ഇനി മറ്റൊരു പ്രധാന യോഗ്യത, നിങ്ങൾക്ക് പ്രാദേശിക ഭാഷയിലും ഇംഗ്ലീഷിലും എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിവുണ്ടായിരിക്കണം. കേരളത്തിലെ ജോലി ആയതിനാൽ പ്രാദേശികമായി ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്തേണ്ട സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈ ജോലിയിൽ പ്രധാനമാണ്. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ യോഗ്യനാണെങ്കിൽ ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട 2 നിബന്ധനകളുണ്ട്. അത് പലരും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഈ ജോലിക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. അതോടൊപ്പം സ്വന്തമായി 2 വീലർ ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. കാരണം ഈ തസ്തികയുടെ പേരിൽ തന്നെ ഫീൽഡ് വർക്ക് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ബ്രാഞ്ചിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്താൽ മതിയാകില്ല. ഉപഭോക്താക്കളെ കാണാനും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനും ഫീൽഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ആവശ്യമായി വരും. അതിനാൽ 2 വീലർ ഇല്ലെങ്കിൽ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ നിബന്ധന പ്രത്യേകം പരിശോധിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കസ്റ്റമർ സർവീസ് ഓഫീസർ ഫീൽഡ് വർക്കുമായി ജോലി ലഭിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രധാനമായും പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുക, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തിരിച്ചറിയുക, ബ്രാഞ്ചിൻ്റെ ബിസിനസ് വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക, വായ്പാ വിതരണം ചെയ്യുന്നതിന് ശേഷം ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഫോളോ അപ്പ് നടത്തുക, നിശ്ചിത തീയതികളിൽ ഉപഭോക്താക്കളിൽ നിന്നും ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് ശേഖരിക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. അതായത് ഇത് കസ്റ്റമർ ഇൻട്രാക്ഷൻ പ്ലസ് ഫീൽഡ് വർക്ക് പ്ലസ് കളക്ഷൻ റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റി ഉൾപ്പെടുന്ന ജോലിയായിരിക്കും. അതുകൊണ്ട് ആളുകളുമായി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്കും
ഫീൽഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവർക്കും ഈ ജോലി കൂടുതൽ അനുയോജ്യമായേക്കാം. ഇനി ഒരു ചെറിയ സെൽഫ് ചെക്ക് ചെയ്യാം. നിങ്ങൾ +2 പാസ്സാണോ? പ്രാദേശിക ഭാഷയും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ കഴിയുമോ? ഫീൽഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? സ്വന്തമായി 2 വീലർ ഉണ്ടോ? ഇവയ്ക്കെല്ലാം യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഈ അവസരം നിങ്ങൾ പരിഗണിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടെങ്കിലും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. എങ്ങനെ അപേക്ഷിക്കാം? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, എങ്ങനെ അപേക്ഷിക്കണം. ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് പകരം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്വന്തം ബയോഡാറ്റ റെസ്യൂം തയ്യാറാക്കി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കുകയാണ് വേണ്ടത്. ഇമെയിൽ വിലാസം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. റെസ്യൂം അയക്കുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ തുടങ്ങിയവ കൃത്യമായി ഉൾപ്പെടുത്തുക. ഡ്രൈവിംഗ് ലൈസൻസ്, 2 വീലർ തുടങ്ങിയ നിർബന്ധിത യോഗ്യതകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതും പ്രായോഗികമായി സഹായകരമായിരിക്കും. എന്നാൽ അപേക്ഷ അയക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനം പരിശോധിച്ച് ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ ഉറപ്പാക്കുക. ഇനി വിജ്ഞാപനം എവിടെ കിട്ടും എന്നതാണ് പലരുടെയും സംശയം. ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയുടെ പിന്നീട് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. അതിനാൽ വീഡിയോയുടെ താഴെയുള്ള പിന്നീട് കമൻറ്റ് ആദ്യം പരിശോധിക്കുക. അവിടെ നൽകിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ ഇൻഫോർമേഷൻ പരിശോധിച്ച ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഒരു കാര്യം കൂടി, ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസി ഇൻഫോർമേഷൻ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനത്തിലെ എലിജിബിലിറ്റി, ലൊക്കേഷൻ, ആപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻ തുടങ്ങിയ നിർബന്ധമായും പരിശോധിക്കുക. അപ്പോൾ വളരെ ചുരുക്കത്തിൽ നോക്കാം. തസ്തിക കസ്റ്റമർ സർവീസ് ഓഫീസർ, ഫീൽഡ് വർക്ക്, യോഗ്യത +2, ഫ്രഷേഴ്സ് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. ജോലി ഫീൽഡ് വർക്ക്, കസ്റ്റമർ സർവീസ്, കളക്ഷൻ റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധം, 2 വീലർ നിർബന്ധം. നിയമന സ്ഥലങ്ങൾ കേരളത്തിലെ 10 ലൊക്കേഷൻസ്. അപേക്ഷ ഇമെയിൽ വഴി. വേക്കൻസിയുടെ എണ്ണം വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് +2 കഴിഞ്ഞ് കേരളത്തിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ അവസരം ശ്രദ്ധിക്കാവുന്നതാണ്. ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. എല്ലാവർക്കും കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കേരള ജോബ് അപ്ഡേറ്റ്സ്, ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ്, പ്രൈവറ്റ് ജോബ് വേക്കൻസീസ് എന്നിവ തുടർച്ചയായി ലഭിക്കാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. അടുത്തൊരു പുതിയ ജോലി അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.